നമസ്കാരം. ഇനി കേരളത്തിൽ ധനവകുപ്പിൻ്റെ ആവശ്യമില്ലേ എന്നൊരു ചോദ്യമുണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ അത് വേണ്ടി വരില്ല. കാരണം എല്ലാം താൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് ഇപ്പോൾ തോന്നുന്നത് പിണറായി വിജയനാണ്. ഏത് വകുപ്പും താൻ കൈകാര്യം ചെയ്യും. ഈ കേരളത്തിൻ്റെ അത്തരത്തിലൊരു മാതൃകയാണ് ഉണ്ടാകാൻ പോകുന്നത്. ധനവകുപ്പ് വേണ്ട, ധനവകുപ്പ് ചെയ്യേണ്ട ഓരോ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുക്കും എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടും. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ചെലവ് ചുരുക്കൽ നിയന്ത്രണത്തിൽ ഇളവ് നൽകുവാനുള്ള മന്ത്രിസഭയുടെ അധികാരം മുഖ്യമന്ത്രിക്ക് നൽകിയുള്ള ധനവകുപ്പിൻ്റെ ഉത്തരവ് അതാണ് ഈ പുതിയ ചർച്ചകൾക്കിടം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് എത്തും. വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും വാഹനം വാങ്ങൽ, വിദേശയാത്ര, വിമാനയാത്ര തുടങ്ങിയവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മുൻപ് വിവിധ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ഇത് കർശനമാക്കി 2022 നവംബറിൽ ചീഫ് സെക്രട്ടറിയും ഉത്തരവിറക്കി. ഇതനുസരിച്ച് ചെലവ് ചുരുക്കൽ നടപടികളിൽ ഇളവ് നൽകുവാൻ മന്ത്രിസഭയ്ക്കാണ് അധികാരം. ധനമന്ത്രിയുടെ അനുമതിയോടെ മന്ത്രിസഭയാണ് ഇളവ് നൽകുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഫയലുകളിൽ ധനവകുപ്പിൻ്റേതായി വരുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഒരു വെല്ലുവിളിയാണ്. ഇത് മാറ്റുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം ധനമന്ത്രിയുടെ അനുമതിയോടെ മുഖ്യമന്ത്രി ഇളവ് അനുവദിച്ചാൽ മതിയാകും, മറ്റൊന്നും വേണ്ട. അതായത് എല്ലാം മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാം. പല വിവാദ തീരുമാനങ്ങളും പുറത്തെത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത് എന്ന് പറയട്ടെ. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നീങ്ങുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ ധനവകുപ്പിൻ്റെ ഇടപെടൽ അനിവാര്യതയുമാണ്. ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വേണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ചിലവ് ചുരുക്കലിലെ ഓഡിറ്റിങ്ങിൽ കുറവ് വരുമ്പോൾ അത് കൂടുതൽ ധൂർത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്കും വകുപ്പിനും മനസ്സിലാക്കാത്തത്? 2022 മുഖ്യമന്ത്രി 4 മന്ത്രിമാരും വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് വിദേശയാത്ര ഉൾപ്പെടെയുള്ള ചിലവുകൾ കർശനമായി വിലക്കി എല്ലാ വകുപ്പുകൾക്കും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവെത്തുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് ഈ തീരുമാനം എന്നുകൂടി മറന്നു പോകരുത്. വിദേശയാത്രയും വിമാനയാത്രയും വാഹനം വാങ്ങലും ഫോൺ ഉപയോഗവും എന്നിവയിലെ എല്ലാ നിയന്ത്രണങ്ങളും പല വകുപ്പുകളും ലംഘിക്കുകയാണ് എന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരുടെ മാറ്റി നിയമനവും ജോലി ക്രമീകരണ വ്യവസ്ഥകളും നടപ്പാക്കാത്തതും ചെലവ് ചുരുക്കൽ നടപടികളെ വളരെ വല്ലാതെ ബാധിച്ചു എന്നുള്ളതാണ്. വകുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, ക്ഷേമനിധി ബോർഡുകൾ, കമ്മീഷനുകൾ, കൂടാതെ സഹകരണ സ്ഥാപനങ്ങൾ, ഒപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ കർശനമായി ചെലവ് ചുരുക്കേണ്ട സാഹചര്യത്തിലുള്ളവരെ ചെലവ് ചുരുക്കുക തന്നെ വേണം. വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും, അച്ചടക്ക നടപടി. നഷ്ടം അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് പലിശ സഹിതം ഈടാക്കുകയും ചെയ്യും. ഒഴിവാക്കാനാകാത്ത അവസരങ്ങളിൽ ധനവകുപ്പിൻ്റെ അനുമതിയോടെ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വിധേയമായിട്ട് മാത്രമേ ഇളവ് അനുവദിക്കുകയുള്ളൂ എന്നായിരുന്നു 2022 ഉത്തരവ്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 2 തവണ വിദേശത്ത് പോയപ്പോഴും അതിനെക്കുറിച്ച് അറിയില്ല എന്നും അറിയിച്ചില്ല എന്നും വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ അടിയന്തര സാഹചര്യത്തിൽ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നുവെന്നൊക്കെ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്തെഴുതിയിരുന്നു. കഴിഞ്ഞ 15-ന് എഴുതിയ കത്തിൻ്റെ പകർപ്പ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്കും അയച്ചു കൊടുത്തു. ഇത് സംബന്ധിച്ച് കേന്ദ്രം തുടർ നടപടി സ്വീകരിച്ചോ എന്ന് അറിവില്ല എന്നുകൂടി സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വിദേശയാത്രകൾ വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദേശയാത്ര തൽക്കാലം വേണ്ടെന്ന സർക്കാർ നിർദ്ദേശം പുറത്തു വരുന്നത്. അതൊരു സൂചനയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വിദേശയാത്രകൾ വിവാദമായപ്പോൾ മുൻ സർക്കാരിൻ്റെ വിദേശയാത്രകളുമായി താരതമ്യം ചെയ്താണ് LDF വിവാദത്തെ നേരിട്ടത്. 2011-16 UDF സർക്കാരിലെ മന്ത്രിമാർ 251 വിദേശയാത്രകൾ നടത്തിയെന്ന് CPM ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാം പിണറായി സർക്കാരിൽ ഇത് 81 മാത്രമാണ്. ഔദ്യോഗിക യാത്രകളടക്കം കുടുംബാംഗങ്ങളെ കൂട്ടിയായിരുന്നു UDF മന്ത്രിമാരുടെ യാത്രയെങ്കിൽ LDF മന്ത്രിമാരുടെ യാത്ര എന്ന് പറയപ്പെടുന്നത് ഒറ്റയ്ക്കായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കുടുംബമടക്കം പോയവരുണ്ട്, കുടുംബത്തെ കൂടെ കൂട്ടിയവരുണ്ട്, വിദേശയാത്രകൾ കൃത്യമായി നടത്തുന്നവരുണ്ട്. അത് പക്ഷേ ഇനി ആർക്കാണോ വേണ്ടത് എന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പിനെയോ മന്ത്രിസഭയെയോ അറിയിക്കേണ്ട ആവശ്യമില്ല. അഥവാ ധനകാര്യ വകുപ്പ് ധനകാര്യ വകുപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ധനകാര്യ വകുപ്പ് ധരിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രി മാത്രമാണ്. മുഖ്യമന്ത്രി അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റാരെയും, അതായത് മന്ത്രിസഭാ തീരുമാനമായി മാറ്റേണ്ട കാര്യമില്ല, മന്ത്രിമാർ അറിയേണ്ട ആവശ്യമില്ല. പകരം മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞാൽ മതി, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മാത്രം വന്നാൽ മതി. അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ആർക്കും എവിടെയും എപ്പോഴും പോകാം. അത് വിദേശത്താകട്ടെ, സ്വദേശത്താകട്ടെ, വിമാനത്തിലെ സഞ്ചാരമാകട്ടെ, അല്ലെങ്കിൽ ഇനി പുതിയ വാഹനം വാങ്ങലാകട്ടെ, എന്തിനും ഒരേ ഒരാൾ, അത് പിണറായി വിജയൻ മാത്രമായിരിക്കും. അത്തരത്തിലേക്ക് എത്തിക്കാൻ കൂടി ഈ അവസരം വളരെ കൃത്യമായി പിണറായി വിജയൻ ഉപയോഗിക്കുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ധനവകുപ്പ് ഭരിക്കുന്ന ബാലഗോപാലിന് വിശ്രമിക്കാമെന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന കേരളത്തിൽ
ഇതൊന്നും അറിയാത്തൊരു മുഖ്യമന്ത്രി എന്തു ചെയ്താലും തകർന്ന് തരിപ്പണമാകുന്ന ഒരു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇത്തരത്തിൽ ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയാൽ ഇനി പറയാനില്ല, കേരളത്തിൻ്റെ കാര്യം സ്വാഹ.